മൈ ഹോം തുറന്നു, വചനത്തിൽ നിന്ന് ഭവനത്തിലേക്ക്. മൈ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ആരംഭിച്ച മൈ ഹോം പ്രവർത്തനം ആരംഭിച്ചു. റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ ചികിത്സയ്ക്കായി എത്തുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സൗജന്യമായി മൈ ഹോമിൽ താമസിക്കാം. സൗജന്യ താമസത്തിനൊപ്പം അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുവാനുള്ള എല്ലാ സാധന സാമഗ്രികളടക്കം ഞങ്ങൾ അവർക്ക് നൽകും. അതിന് ₹1 പോലും അവർ നൽകേണ്ടതില്ല. ദൈവം കുടികൊള്ളുന്നത് ദേവാലയങ്ങളിലല്ല, ഓരോ ഭവനവും ദൈവാലയമാണ് എന്ന ആശയത്തോടെ പ്രവർത്തിക്കുന്ന, സുവിശേഷം പ്രഘോഷിക്കുവാനുള്ളതല്ല പ്രാവർത്തികമാക്കാനുള്ളതാണ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന മൈ ചർച്ചിൻ്റെ സ്ഥാപകൻ ശ്രീ AV തോമസ് ആണ് മൈ ഹോമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് മൈ ചർച്ചിൻ്റെ ലോഗോ പ്രകാശനവും നടന്നു. മൈ ഹോം സേവനങ്ങളെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന 9746114444 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. വളരെ ലളിതമായി ഞങ്ങൾ സംഘടിപ്പിച്ച മൈ ഹോം ഉദ്ഘാടന ചടങ്ങ് കണ്ടാലും. ഈ ഒരു ഡിസംബർ എന്ന ഈ സുന്ദരമായിട്ടുള്ള ഈ ഒരു ദിനത്തിൽ ഇന്നൊരു വലിയ ഒരു ദൗത്യം, പ്രത്യേകിച്ചും ഏതൊരു ദൗത്യം പിറക്കുമ്പോഴും അത് ദൗത്യമായി ഒതുങ്ങാതെ മറ്റുള്ളവർക്ക് കൂടിയുള്ള ഒരു സന്ദേശമാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും രീതിയിൽ ചെയ്യുവാനുള്ള ഒരു നിമിഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മൈ ഹോം മൈ ചർച്ച്, ഓരോ ഭവനങ്ങളും എന്ന് പറയുന്നത് ദൈവീകമാണ്. ഏറ്റവും വലിയ ഒരു സന്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു വീടിൻ്റെ പിറവി എന്ന് പറയുന്നതും. പേരിൽ തന്നെയുണ്ട് മൈ ഹോം മൈ ചർച്ച് എന്ന് പറയുന്നത്. എത്ര മനോഹരമാണ്, അത്രയും സുന്ദരമാണ് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. തലസ്ഥാന നഗരിയിൽ മറ്റ് ജില്ലകളിൽ നിന്നും RCCയെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ RCCയുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുന്ന പ്രിയപ്പെട്ടവർ ചിലപ്പോഴെങ്കിലും കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ എന്നതുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും RCCയിൽ വരുമ്പോൾ മറ്റ് വ്യക്തികൾക്ക് മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, ഇവർ എവിടെ താമസിക്കും? ഇവല്ലെങ്കിൽ 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന കീമോ എന്ന് പറയുന്ന തെറാപ്പിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെങ്ങനെയാണ് തിരുവനന്തപുരത്ത് ജീവിക്കുക? പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ. ഇങ്ങനെ പല ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് RCCയിലേക്ക് വരുന്ന പ്രിയപ്പെട്ടവർക്ക്, കുടുംബാംഗങ്ങൾക്ക്, കുഞ്ഞുമക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്ക്, എല്ലാവർക്കും വളരെ സുന്ദരമായിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, ഒരു മൈൻഡ് റിലാക്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പൂർണ്ണമായിട്ടും മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ അത്രയും ദിനങ്ങൾ സന്തോഷത്തോടു കൂടി തിരുവനന്തപുരം ജില്ലയിൽ നിൽക്കുകയും ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുവാൻ വേണ്ടിയിട്ട് പൂർണ്ണമായും സൗജന്യമായിട്ട് ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവർക്കുള്ള ഒരു ഭവനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 3 ബെഡ്റൂമും അതോടൊപ്പം തന്നെ ഒരു സുന്ദരമായ കിച്ചണും. ഏതാണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നും വളരെ അടുത്തായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് യാത്ര ചെയ്ത് RCC പോലുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് ചികിത്സിച്ച് വീണ്ടും തിരിച്ചു വന്ന് എത്ര ദിവസമാണോ ഡോക്ടേഴ്സ് പറയുന്നത് അത്രയും ദിനം ഇവിടെ സൗജന്യമായി താമസിച്ച്, ഇതൊരു സന്ദേശം എന്നതിലുപരി ഇത് നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് നൽകുന്ന ഒരു വലിയ ഒരു സ്നേഹ സമ്മാനമാണ്, ഒരു സാഹോദര്യത്തിൻ്റെ സമ്മാനമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. മൈ ചർച്ചിൻ്റെ സ്ഥാപകനായ AV തോമസ്, അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്നേഹത്തോടു കൂടി, അദ്ദേഹത്തിൻ്റെ വലിയൊരു മനസ്സോടുകൂടി ഇന്ന് നമ്മൾ ഈ ഒരു സുന്ദരമായ ഭവനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ മൈ ഹോമിൻ്റെ ലോഗോ പ്രകാശനം കൂടി ഇന്ന് ഈ ഒരു സുന്ദര നിമിഷത്തിൽ നടത്തപ്പെടേണ്ടതുണ്ട്. ഇതിൻ്റെ വളരെ വലിയ ഒരു ചടങ്ങ് നമുക്കറിയാം. 2026 ജനുവരി മാസം
26-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിരിക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ്, അതിനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, അതിശയം തോന്നി. അടച്ചിട്ടിരിക്കുന്ന എൻ്റെ വീട് കൊച്ചുകുട്ടികൾ, ക്യാൻസർ ബാധിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വേണ്ടി, RCCയിൽ വരുന്ന കുട്ടികൾക്ക് സൗജന്യമായി താമസിക്കാൻ, രക്ഷകർത്താക്കളുമായി വന്നാൽ അവർക്ക് ആഹാരം പാകം ചെയ്യാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ, ഗ്യാസ് ഉൾപ്പെടെ സൗജന്യമായി നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി ഒരു മൈ ഹോം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. നമ്മളിപ്പോൾ വന്ദേ ഭാരതിലോ ജനശതാബ്ദിയിലോ യാത്ര ചെയ്താൽ നമുക്കറിയാം, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുമൊക്കെ മാസ്ക് കൊണ്ട് മറച്ച കൊച്ചുകുട്ടികൾ മുതൽ വന്ധ്യവയോധികർ വരെ RCCയിൽ ജീവൻ രക്ഷിക്കാനായി വരുന്ന ഒരുപാട് മുഖങ്ങളെ നമുക്ക് വന്ദേ ഭാരതിലും കാണാൻ പറ്റും, ജനശതാബ്ദിയിലും കാണാൻ പറ്റും. മൈചർച്ച് സ്ഥാപകൻ എ.വി. തോമസ് റിബൺ കട്ട് ചെയ്ത് ഈ ഒരു ഭവനത്തിന്റെ, സ്നേഹഭവനത്തിന്റെ, സാഹോദര്യ ഭവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഒരിക്കലും പുസ്തകത്താളുകളിൽ എഴുതപ്പെട്ട് മാത്രം വായിക്കേണ്ട ഒന്നല്ല എന്നും ആ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നും പൂർണ്ണമായും വിശ്വസ്തയോടുകൂടി ആ വചനത്തെ 100% സത്യസന്ധതയോടുകൂടി ഇന്ന് ഈ ഭവനം ഒരുങ്ങി വരുമ്പോൾ ഒരുപാട് 10,000-കണക്കിന് പ്രിയപ്പെട്ടവരുടെ ഒരു അത്താണിയായിട്ട് ഈ ഒരു ഭവനം മാറുമ്പോൾ ദൈവികതയുടെ, പൂർണ്ണമായ ദൈവികതയുടെ സന്തോഷം നിറഞ്ഞ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ നമുക്ക് സമ്മാനമായി ലഭിക്കുന്നു. മൈചർച്ച് സ്ഥാപകൻ എ.വി. തോമസ് സാർ, അതോടൊപ്പം നമ്മളെല്ലാവരും പ്രിയപ്പെട്ട സുനിൽ സാർ, ശാന്തിവിള ദിനേശൻ തുടങ്ങി നിരവധി അനവധി പ്രിയപ്പെട്ടവരെല്ലാവരും ഇന്ന് ഈ ഒരു സ്നേഹ ഭവനത്തിൽ ഭദ്രദീപം തെളിയിച്ച് ഈ ഭവനത്തെ കൂടുതൽ സൗന്ദര്യമാക്കുന്നു, കൂടുതൽ പുണ്യമാക്കുന്നു. ലോഗോ പ്രകാശന ചടങ്ങിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പേർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കരുണയുള്ള ദൈവമേ, സ്വർഗപിതാവേ, സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഈ തലസ്ഥാന നഗരിയിൽ വരുന്നതിനും ദൈവത്തിൻ്റെ മക്കളെ, അണ്ടർലൈൻ ചെയ്താട്ട് ആ വാക്ക്, ദൈവത്തിൻ്റെ മക്കളെ അഭിസംബോധന ചെയ്യുന്നതിനും എനിക്ക് ഒരവസരം തന്ന കർത്താവിന് സ്തോത്രം. നിങ്ങൾ ദൈവ മക്കൾ തന്നെയല്ല, നിങ്ങൾക്ക് സ്വീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്നത് അജ്ഞത കൊണ്ടാണ്. നിങ്ങൾ വിശുദ്ധരാകുന്നു. നിങ്ങൾ കണ്ടതുപോലെ പള്ളിയുടെ ഭിത്തിയിൽ ഒട്ടിച്ചു വച്ചേക്കുന്ന പ്രായം ചെന്ന ആൾക്കാരല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധരാകുന്നു. കാരണം നമ്മുടെ പിതാവ് പറഞ്ഞു, ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. അത് മതി നിങ്ങളെ വിശുദ്ധരാക്കാൻ. ഇത് ഞാൻ ഉപയോഗിച്ച വാക്കല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കൊരിന്തിലെ വിശുദ്ധന്മാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. എഫേസോസിലെ വിശുദ്ധന്മാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അത് ഈ ഭിത്തിയിൽ പള്ളിയിൽ ഒട്ടിച്ചേക്കുന്നവരല്ല. ഓർഡിനറി പീപ്പിൾ ലൈക്ക് യു ആൻഡ് ഐ. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ വിശുദ്ധരാണ്. പിന്നെ കുറ്റവും കുറവും കാണും. അതില്ലാത്ത ആർക്കാ അതൊരു പ്രശ്നമാക്കണ്ട. നമ്മളിപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു വസ്തുത എന്താണെന്ന് വെച്ചിരുന്നാൽ, ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. പല പല കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ കൂടെ വളരെ ഭാരപ്പെട്ടവ കടന്നു പോകും.
ഭാരപ്പെട്ടോ കടന്നു പോകുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഹൗ ടു ഓവർകം. ഈ വെളിപാട് പുസ്തകം 1, 2, 3 വായിക്കുന്ന ഉടനെ നമ്മളൊരു കാര്യം കാണും. അതിനകത്ത് എന്താണെന്നറിയോ, ജയിക്കുന്നവന് ഞാൻ ഒരു വെള്ളക്കല്ല് കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ ഒരു മുദ്രാമോതിരം കൊടുക്കും, ജയിക്കുന്നവന് ഞാനൊരു കിരീടം കൊടുക്കും. ഈ ജയിക്കുന്നവനെന്ന് പറയുന്ന ആരാ? പിശാചിനോട് മല്ലടിച്ച് ജയിക്കുന്നവർക്ക് വെച്ചേക്കുന്നതാണ് ഇതല്ല. അതിന് നമ്മൾ ചുമ്മാതെ ഉണ്ടുറങ്ങി കടന്നു പോവുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ തല നരച്ച പോലെ നിങ്ങളുടെയും തല നരയ്ക്കും. കുറേ കഴിയുന്ന ഉടനെ നമ്മൾ നിദ്രയിലേക്ക് മടങ്ങും. പക്ഷെ അതിനു മുമ്പേ നമുക്ക് ജയിക്കണ്ടായോ? വി ആർ ഓവർകമേഴ്സ്. ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ ഒന്നിലും തോക്കാത്ത ഓവർകമേഴ്സാണ്. പീപ്പിൾ മേ ബി ദെയർ അഗൻസ്റ്റ് യു, പീപ്പിൾ മേ ബി ദെയർ ടു ഡു ഹാം ഫോർ യു, ബട്ട് യു ഡോണ്ട് ബോദർ അറ്റ് ഓൾ. നമ്മുടെ കർത്താവ് പൗലോസപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആ ആത്മാവുള്ളവരെ ആർക്കെങ്കിലും എതിർക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. അതിനാരും വളർന്നിട്ടില്ല. ഇപ്പോൾ എനിക്കൊക്കെ ഒരു വെളിപാട് ഞാൻ നിങ്ങളോട് പറയാം. വലിയൊരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ട കാര്യമല്ല. ഇത് ദൈവ മക്കളോട് അപ്പം പറയുന്ന സ്റ്റാറ്റസിൽ പറയേണ്ടതാണ് ഞാൻ പറയുന്നത്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 16, 17, 18 ഇങ്ങനെ വായിക്കുന്നു. ബറിയോന ശിമയോനെ, ഇത് നിനക്ക് വെളിവാക്കി തന്നത് ജഡരക്തങ്ങളല്ല. അതിൻ്റെ അർത്ഥം നമ്മളാരും പറഞ്ഞു കേട്ടതല്ല. ഇത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു പറയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. പിന്നെ അങ്ങോട്ട് എനിക്ക് വായിക്കാൻ ഒക്കുന്നില്ല. ഞാൻ ഓർത്ത് കർത്താവിന് എന്നോട് എന്തോ പറയാനുണ്ട്. പിന്നീട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരുപാട് ദീർഘമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്ന്, കർത്താവ് പറഞ്ഞു, എൻ്റെ സഭയെ ഞാൻ പണിയും. നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച യേശു എന്ന രക്ഷകൻ നമുക്ക് വേണ്ടി ഒരു മൈ ചർച്ച് പണിയാനായിട്ട് വന്നു. പണിയുന്നതിന് മുമ്പേ ശകലം പണിത് കഴിഞ്ഞുടനെ നമ്മൾ കുരിശി തറപ്പിച്ച് കൊന്നു കളഞ്ഞു. ബാക്കി കിടക്കുന്ന ചെയ്യേണ്ടത് നിങ്ങൾ ഞാനുമാണ്. ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് യേശു പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ കർത്താവേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനല്ലയോ, ഞാൻ അതുകൊണ്ട് വിചാരിച്ചൊരു പള്ളി അങ്ങ് വെച്ചാലോ. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മണ്ണൂർ എന്ന സ്ഥലത്ത് ഒരു മനോഹരമായ പള്ളി വെച്ചു. ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. പൈസ കളക്ട് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് കളക്ട് 1 rupee ഫ്രം എനിബഡി. ഇതാരാ കമാൻഡ് ചെയ്തത്? ദൈവമാണ്. പള്ളി പണിത് മനോഹരമായിട്ട് അത് സമർപ്പിച്ചപ്പോൾ ദൈവം ഞാനിത് സ്വീകരിച്ചെന്ന് കാണിക്കാനായിട്ട് ഒരു അടയാളം തന്നു. എന്താ? പള്ളിക്കകത്ത് മുഴുവൻ പ്രകാശം വന്നു. അപ്പോൾ സമർപ്പണ ശുശ്രൂഷ ഞാനാണ് നടത്തിയത്. എങ്ങനെയാണ് നടത്തിയതെന്നറിയാമോ? യഹോവയായ ദൈവം എഴുന്നള്ളിയിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ സ്റ്റൈലി വർത്താനം പറയാൻ ഒക്കുമോ? കാമന്തടിച്ച് അവിടോട്ടങ്ങ് വീണു, കരഞ്ഞു. അവിടുന്ന് കൽപ്പിച്ചു, അടിയും പണിതു, സ്വീകരിച്ചാട്ട് എന്ന് പറഞ്ഞ് ഇച്ചിരി കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ എന്തൊരു പ്രകാശം ഇത്. അതിൻ്റെ അർത്ഥം സ്വീകരിച്ചു. ഇത് ഒരു ഭോഷനായ ദൈവദാസൻ ചെയ്ത വേലയാണ്. മൈ ചർച്ച് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞിട്ട് വേറെ പോയിൻറ്റ്സൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളോട് പറഞ്ഞ് ഒരുപാട് സമയമെടുക്കാൻ എനിക്ക് നിർവാഹമില്ല. അതായത് ഒരു ദിവസം മൈ ചർച്ചിനെ കുറിച്ച് പറയുക. ഒരു ദിവസം യേശു അമ്മയെ വിളിച്ചു ചോദിച്ചു, അമ്മേ നമുക്ക് ആ ലാസറിൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോകണ്ടായോ? പോകാം. അപ്പോൾ കുറച്ച് അപ്പം ചുടാം, കുറച്ച് ഉണക്കം മുന്തിരിങ്ങ എടുക്കാം, കുറച്ച്
അത്തിപ്പഴം ഉണങ്ങി വെച്ചേക്കുന്നത് എടുക്കാം, കുറച്ച് വൈനും എടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 32 വയസ്സ് പ്രായവും ഉള്ള ഒരു മകൻ, 15 വയസ്സ് പ്രായം കൂടുതലുള്ള ഒരു അമ്മ, ഇത് രണ്ടുപേരും കൂടെ ഒരു ഉളക്ക പോലത്തെ ഒരു സാധനത്തിൽ 2 വശവും 2 ബാഗ് മാതിരി കെട്ടിയിട്ട് ഈ ആശാരി അതും കൊണ്ട് പോകുന്നു, അമ്മ പുറകെ പോകുന്നു. ഇവർ, ഞാൻ മൈ ചർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. മൈ ചർച്ച് ഈസ് നോട്ട് വാട്ട് യു ഹാവ് ഹേർഡ് ഓഫ്, മൈ ചർച്ച് ഈസ് വാട്ട് ഐ എം ടെല്ലിങ് യു. അതായത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആരോ പറഞ്ഞറിഞ്ഞു യേശു വരുന്നുണ്ടെന്ന്. യേശുവിൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ് ലാസർ. അവനും അവൻ്റെ 2 സഹോദരങ്ങളും കൂടെ ഓടി നടന്ന് എല്ലാം ഉണ്ടാക്കി. എന്താണെന്നറിയോ, ചണ കൊണ്ടുള്ള ഒരു മെത്ത പോലത്തെ ഒരു സാധനം ആ മിറ്റത്തങ്ങ് വിരിച്ചു. അവരുടെ മിറ്റ് ഏകദേശം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഹോളിൻ്റെ അത്രയേ ഉള്ളതേ ഉള്ളൂ. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവരുടെ വീട് നമ്മുടെ വീട് പോലത്തെ ഒന്നും അല്ല. എൻ്റെ വീടെന്ന് പറഞ്ഞ് ദൈവത്തിന് നമ്മുടെ സുനിൽ മാത്യു കൊടുക്കുന്ന സമ്മാനം പോലെ ഇങ്ങനത്തെ വീടൊന്നും അല്ല. ഇതിൻ്റെ ഒരു കോടിയുടെ അംശം പോലും വില വരാത്ത ഒരു വെറും മണ്ണ് കൊണ്ട് തേച്ച ഭിത്തി, ചാണകം മെഴുകിയ മാതിരി, ചാണകമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഒരു അന്തരീക്ഷം. എന്നിട്ട് ഇത് കേട്ട് അയലത്തെ ആൾക്കാരെല്ലാവരും കൂടെ വന്നു. സ്തോത്രം, ഞാൻ മൈ ചർച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. ആ അയലത്തെ ആൾക്കാർ വന്നു, എല്ലാവരും കൂടെ ആ ചണയുടെ ആ വിരിപ്പിലിരുന്നു. അത് കഴിഞ്ഞിട്ട് യേശു തമ്പുരാൻ 88 സങ്കീർത്തനം പാടി, സങ്കീർത്തനം വായിച്ചെന്നല്ലോ നിങ്ങൾ പറയുന്നത്, സങ്കീർത്തനം എന്ന് പറഞ്ഞ ഒരു പാട്ടാണ്. അദ്ദേഹം അത് പാടി, എല്ലാവരും കേട്ട് പാടി. അത് കഴിഞ്ഞിട്ട് 53 അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും അദ്ദേഹം വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു വിവരണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 89 സങ്കീർത്തനം പാടി സ്തോത്രം ചെയ്തു. അവരെല്ലാവരും കൂടെ കൂടിയിരുന്നു. കൊണ്ടുവന്ന സാധനം അടുത്ത വീട്ടുകാർ അത് കൊണ്ടുവന്നു, ഇവർ ഇത് കൊണ്ടുവന്നു, എല്ലാവരും കൂടെ കൂടിയിരുന്നു, ഭക്ഷിച്ചു. അവരെല്ലാവരും അവരുടെ വീട്ടിൽ ഉറങ്ങാൻ പോയി. യേശു ഒലിവ് മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. നിങ്ങൾ ഈ കണ്ടതിൻ്റെ പേരാണ് മൈ ചർച്ച്, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ജീസസ്. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതുപോലെ കോൺക്രീറ്റ് കെട്ടിടമല്ല. അവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു മൈ ചർച്ച് ഉണ്ടായി. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ തെറ്റിക്കരുത്. മൈ ചർച്ചിൻ്റെ ഞാനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ അല്ല. ഞാൻ ഇതിലെ ഒരു കൃമിയുടെ ഒരു സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. കൊറിയർ ബോയ്. നിങ്ങളുടെ വീട്ടിൽ കൊറിയർ കൊണ്ടുവരുന്ന കൊറിയർ ഒരു താങ്ക്സ് പോലും നിങ്ങൾ പറയത്തില്ല. അതേ ഉള്ളൂ എൻ്റേത്. കൊണ്ടുവന്നു, ഞാനത് പണിതു. അപ്പോൾ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചോടനെ, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, നീ എനിക്കായി ഒരുക്കുന്ന ആലയം ഏത്? എൻ്റെ വിശ്രാമ സ്ഥലവും ഏത്? എനിക്ക് ഉത്തരവില്ലാതെ പോയി. അപ്പം ഞാൻ ഒരു ക്രിക്കറ്റ് ഫലം അല്ലയോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ധ്യാനിക്കാനൊരു സ്ഥലം, വെയിലും മഴയും കൊള്ളാത്ത ധ്യാനിക്കാനൊരു സ്ഥലമെന്ന് പറഞ്ഞു. അതിന് ഉത്തരം കിട്ടിയില്ല. ഇപ്പോഴും ഞാനത് കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് മൈ ചർച്ചിൻ്റെ പശ്ചാത്തലം. അതിന് ഒരു സന്ദർഭത്തിൽ എൻ്റെ കൂടെ 9 സുവിശേഷകന്മാർ കൂടി. ഞാൻ അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് അവരാഗ്രഹിച്ചു. ഞാൻ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് മേളിൽ നിന്ന് കൽപ്പന കിട്ടണ്ടായോ? ഏവർ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ഓരോരുത്തരും വന്നപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ? ഇവൻ മൈ ചർച്ചിന് ഉപകാരി ആയിരിക്കുകയില്ല. എന്തെങ്കിലും ആട്ടെ. ഞാൻ തലയെ കുരിശ് വരച്ചു. അവൻ ഞെട്ടി. അടുത്ത ആൾ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കുരിശ് വരച്ചു. അവൻ ഞെട്ടി. കർത്താവ് അത് തന്നെ പറഞ്ഞു, ഇവനും നിനക്ക് ഉപകരിക്കും. 9 പേരും വന്ന് മാറിപ്പോയി. ഇവർ നിനക്ക് ഉപകരിക്കുകയില്ലെന്ന് പറഞ്ഞു. അവർ മൃഷ്ടാന്ന ഭോജനം കഴിച്ച് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ എന്തൊക്കെ എടുക്കാം അതെല്ലാം എടുത്ത് 2 കാറും ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. അതിനകത്ത് കൊള്ളുന്ന എല്ലാ സാധനമായിട്ട് അവർ പോയി.
പോയിട്ട് മൈ ചർച്ചിന് വേണ്ടി നടന്ന ഞാൻ കണ്ണുനീരോടുകൂടി തിരിച്ച് ബാംഗ്ലൂരേക്ക് പോയി. എന്നിട്ട് ബെഡേൽ ഇരുന്ന് വെളുപ്പിന് 5 മണിക്ക് കൊണ്ടു വെച്ചു, കർത്താവേ അവിടുന്ന് കൽപ്പിച്ചു, ഞാൻ പണിതു, ആരിത് നടത്തും? എനിക്ക് വയസ്സ് 84, എനിക്ക് പല ബലഹീനതകളുണ്ട്, ആരിത് നടത്തും? കർത്താവ് മിണ്ടിയില്ല. 9 മണിയായപ്പോൾ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അവിടെ നടന്നതെല്ലാം ഞാൻ അറിഞ്ഞു, ഞാൻ അവിടെ വരുന്നുണ്ട്, അവിടെ ഞാൻ നിങ്ങൾക്കൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ആ ആളിതെല്ലാം നോക്കി നടത്തുമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ 2 പേരല്ലേ ഇതിനകത്തോട്ട് വന്നത്. ഒന്ന് സന്തോഷ് കോശി, ആ നിൽക്കുന്ന താടിയുള്ള മനുഷ്യൻ സന്തോഷ് കോശി. 2ാമത് സുനിൽ മാത്യു. ഈ സന്തോഷ് കോശിയാണ് ആ ആളന്ന് കൊണ്ടുവന്ന ആൾ. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അതാ ഇതാണ് മൈ ചർച്ച്. യു അണ്ടർസ്റ്റാൻഡ്, ദിസ് ഈസ് കോൾഡ് മൈ ചർച്ച്. അന്ന് മുതൽ ഇന്ന് വരെ പല സ്ഥലത്തും മൈ ചർച്ചിൻ്റെ പ്രാർത്ഥനകൾ നടത്തുന്നതിൻ്റെ ചുമതലക്കാരനെ ഞാൻ ചുമതലപ്പെടുത്തിയാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഗോഡ് ഹിംസെൽഫ് ഹാസ് അപ്പോയിൻറ്റഡ് ഹിം ആൻഡ് അനോയിൻറ്റഡ് ഹിം ആസ് എ ഡിസൈപ്പിൾ ആസ് വെൽ ആസ് ആൻ എവാഞ്ചലിസ്റ്റ്. അതാണ് നമ്മുടെ സന്തോഷ് കോശി. പിന്നെ എൻ്റെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ സുനിൽ മാത്യു പറഞ്ഞു, അച്ഛാ നിങ്ങളുടേത് എൻ്റെ ചിന്തയോട് വളരെ യോജിച്ച് പോകുന്നുണ്ട്, ഞാൻ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, മോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുമെന്ന് പറഞ്ഞു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. സുനിൽ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു മൈ ചർച്ചിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ. അത് കഴിഞ്ഞ ഉടനെ തന്നെ സുനിൽ വന്നു, ബാംഗ്ലൂർ ഞാനുമായിട്ട് സംസാരിച്ചു, കുറച്ച് കൊച്ചു ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഈ I2I എന്ന ചാനലിനെ അറിയാം. സത്യം മാത്രം സംസാരിക്കുന്ന ഒരു ചാനൽ. സത്യമെന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ മലയാളത്തിൽ പറയാൻ എനിക്ക് ശരിക്കും അറിയത്തില്ല, ഹിന്ദി പറയാം. എന്താണെന്നറിയോ, സച്ച് കടുവ ഹോത്താ ഹെ, ഹമേശ കടുവ ഹി രഹേഗ എന്ന് വെച്ചാൽ അർത്ഥം, സത്യമെന്ന് പറഞ്ഞാൽ കഴിക്കും, അത് എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത് കാരണത്താൽ I2Iക്ക് ചില ഫ്രണ്ട്സും ഉണ്ട്, ചില ഫോഴ്സും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യാം, എന്നെ സഹായിക്കാൻ വന്ന ആളല്ലേ, അപ്പം ഞാൻ പറയുന്ന പോലെ എല്ലാം കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ സ്തോത്രം കർത്താവേ സ്തോത്രം, ഇത് സ്വർഗത്തിൽ സ്വീകാര്യമായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മോൻ്റെ ലാംഗ്വേജ് ഒരു സ്വല്പം തിരിക്കണം. അതായത് മോൻ എന്തെങ്കിലും പറഞ്ഞ് റെക്കോർഡ് ചെയ്യുമ്പോൾ അമ്മയ്ക്കും അവിടെ ഇരിക്കാം, യേശുവിനെ ഇരിക്കാം, അങ്ങനത്തെ വാക്കുകളായിരിക്കണം. സുനിൽ അഗ്രീഡ്. സത്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രസക്തിയില്ല. ദൈവം കമാൻഡ്, അവർ ഹോളി സ്പിരിറ്റ് വിൽ കമാൻഡ്, യു വിൽ ഒബേ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വായിക്കണം. ആദ്യമേ മൈ ചർച്ച അത് കഴിഞ്ഞു. രണ്ടാമത് അതിനകത്ത് പറയുന്നത് എന്താണെന്നറിയോ, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം കഴിഞ്ഞു, ഇന്ന് സ്വർഗത്തിലേക്ക് പോവുക. അപ്പോൾ നിൽക്കുന്ന എവിടെ, ഗലീല കടലിൻ്റെ കരക്കൽ നിൽക്കുക. അവൻ പറഞ്ഞു, മക്കളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും സ്നാനപ്പെടുത്തും. എല്ലാവരെയും സ്നാനപ്പെടുത്തുന്നത് സ്നാനം ആവശ്യമുള്ളവർക്ക് മാത്രം. സ്നാനപ്പെട്ടവരെ സ്നാനപ്പെടുത്തുന്നത് പാപമാകുന്നു. ശിശു സ്നാനമോ മുതിർന്ന സ്നാനമോ ഇടയ്ക്കുള്ള സ്നാനമോ എന്നുള്ളത് അത് വാല്യുവേറ്റ് ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവത്രേ.
വെള്ളത്താലും ആത്മാവാലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. പിന്നത്തെ പറഞ്ഞാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമേ, പോയി നിങ്ങളെല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാരാകണം. ശിഷ്യന്മാരാകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങളൊന്നും ചെയ്യണ്ട. യേശുവിനെ ഒന്ന് നോക്കുക. യേശു എങ്ങനെയാണ് ജീവിച്ചത്, അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി. നിങ്ങളത് അതിന് പോകരുത്. ഇറ്റ് ഈസ് നോട്ട് യുവർ ഡ്യൂട്ടി. നിങ്ങൾ യേശു എങ്ങനെയാണ് ജീവിച്ചത്? രാവിലെ ഉണരും, പ്രാർത്ഥിക്കും, വേദപുസ്തകം വായിക്കും, ജോലി ചെയ്തിട്ട് അതിൻ്റെ കാശ് കൊണ്ട് ജീവിക്കും, അമ്മയെ പുലർത്തും. പിന്നെ ആരെയൊക്കെ സഹായിക്കാമോ എല്ലാവരെയും സഹായിക്കണം. പിന്നെ അടുത്തത് നല്ലപോലെ പ്രാർത്ഥിക്കണം. ഇതാണ് യേശു ശിഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് നമ്മളൊരു സമയത്ത് കാണുമ്പോൾ പറയാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.